ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 253 ദിവസം. സൂറത്തുൽ ബഖറ 246. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലം തറ ഇലൽ മലഇ മിൻ ബനീ ഇസ്രായീല മിൻ ബഅദി മൂസാ ഇദ് ഖാലൂ ലിനബിയ്യിൻ ലഹും ഇബ്അസ് ലനാ മലികൻ നുഖാതിൽ ഫീ സബീലില്ലാഹ് قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم വല്ലാഹു അലീമും ബിൽളാലിമീൻ. മൂസാക്ക് ശേഷം ഇസ്രയേൽ വംശത്തിലുണ്ടായിരുന്ന പ്രമാണിമാരെ നീ മനസ്സിലാക്കിയിട്ടില്ലയോ? അവർ തങ്ങളുടെ പ്രവാചകനോട് ആവശ്യപ്പെട്ടതോർക്കുക, ഞങ്ങൾക്കൊരു രാജാവിനെ നിയോഗിച്ചു തരിക, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാം. അദ്ദേഹം ചോദിച്ചു, യുദ്ധം ചെയ്യാൻ അനുശാസിക്കപ്പെട്ടാൽ നിങ്ങളത് ചെയ്യാതിരുന്ന് കളയുമോ? അവർ ഘോഷിച്ചു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കുന്നത് എന്തിന്? സ്വന്തം വീടുകളിൽ നിന്നും മക്കളിൽ നിന്നും ഞങ്ങൾ ആട്ടി ഓടിക്കപ്പെട്ടിരിക്കെ. പക്ഷേ യുദ്ധം കൽപ്പിക്കപ്പെട്ടപ്പോഴോ അവരിൽ തുച്ഛം പേരൊഴിച്ച് എല്ലാവരും പിന്മാറിക്കളഞ്ഞു. അള്ളാഹു ആ അധർമ്മികളെ നന്നായി അറിയുന്നുണ്ട്. നേരിൽ കാണുന്നൊരു ദൃശ്യം പോലെ, കൺമുന്നിൽ നടക്കുന്നൊരു സംഭവം പോലെ ഇസ്രായേലിലെ പ്രമാണിമാർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവരിലെ നേതാക്കളും കാര്യദർശികളും അവരുടെ പ്രവാചകൻ്റെ അടുത്ത് സമ്മേളിച്ചിരിക്കുകയാണ്. ആ പ്രവാചകൻ്റെ പേരിവിടെ പരാമർശിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് കഥയുടെ ഉദ്ദേശത്തിൽപ്പെട്ടതായിരിക്കില്ല. പ്രവാചകൻ്റെ നാമം അനുസ്മരിച്ചതുകൊണ്ട് കഥാകഥനത്തിൽ പ്രത്യേകിച്ചൊരു നന്മയുണ്ടാകാനോ പോകുന്നില്ല. അസംഖ്യം പ്രവാചകന്മാരുടെ നൈരന്തര്യത്തിൻ്റെ ചരിത്രമുള്ള ഇസ്രായേലിയരിപ്പോൾ തങ്ങളുടെ ഒരു ദൈവദൂതൻ്റെ അടുത്ത് സമ്മേളിച്ച് ദൈവിക മാർഗത്തിൽ സമരം ചെയ്യാൻ ഒരു രാജാവിനെ കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. ദൈവിക മാർഗം എന്ന പ്രയോഗനിർണയം സമരത്തിൻ്റെ പ്രകൃതത്തെയാണ് പ്രത്യക്ഷീകരിക്കുന്നത്. ഹൃദയങ്ങളിലെ ആദർശപരമായ പുനരുജ്ജീവനത്തെയും മനസ്സുകളിലെ വിശ്വാസപരമായ ഉണർവിനെയും സത്യദർശനത്തിൻ്റെയും സത്യമതത്തിൻ്റെയും വക്താക്കളാണ് തങ്ങളെന്നുള്ള അവരുടെ വിചാരത്തെയും, ശത്രുക്കൾ മിഥ്യയിലും നിഷേധത്തിലും ദുർമാർഗത്തിലുമാണെന്ന ധാരണയെയും ദൈവമാർഗത്തിലുള്ള സമരത്തിൻ്റെ വഴി തങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണെന്ന ബോധത്തെയും പ്രതിഫലിപ്പിക്കുന്നു ഈ പ്രയോഗനിർണയം. ഈ വ്യക്തതയും ഈ ശുദ്ധതയുമാണ് വിജയത്തിലേക്കുള്ള വഴിയുടെ അർത്ഥാംശം. അതിനാൽ ഒരു സത്യവിശ്വാസിക്ക് താൻ സത്യത്തിലും തൻ്റെ ശത്രു മിഥ്യയിലുമാണെന്ന യാഥാർത്ഥ്യം അനുഭവവേദ്യമാക്കേണ്ടതുണ്ട്. അവൻ്റെ ബോധമണ്ഡലത്തിൽ ലക്ഷ്യം സുനിർണിതമാക്കേണ്ടതുണ്ട്. ദൈവിക മാർഗത്തിലുള്ള സമരം താൻ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന അറിവില്ലായ്മയിൽ അവൻ വഞ്ചിതനാവാതിരിക്കട്ടെ. പ്രവാചകൻ ചോദിച്ചു, യുദ്ധം ചെയ്യാൻ കൽപ്പന കിട്ടിയാൽ പിന്നെയും നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുമോ? ഉത്തരവ് കിട്ടിയാൽ സമരത്തോട് നിങ്ങൾ വിമുഖത കാട്ടുമോ എന്നന്വേഷിക്കുകയാണ് ദൈവദൂതൻ. ഇപ്പോൾ നിങ്ങൾ എന്തിനും സന്നദ്ധരാണ്. ഇനി ഞാൻ നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കുകയും സമരത്തിന് ഉത്തരവിടുകയുമാണെങ്കിൽ പിന്നെ അത് ഒരു ബാധ്യതയായി തീരും. അനന്തരം അതിനോട് വൈമുഖ്യം കാട്ടാൻ പാടുള്ളതല്ല. അവർ പറഞ്ഞു, എന്തിന് യുദ്ധം ചെയ്യാതിരിക്കണം? വീടും കുടുംബവും വിട്ട് ഓടേണ്ടി വന്നിരിക്കുകയല്ലേ ഞങ്ങൾ. ആവേശത്തിൻ്റെയും അത്യുത്സാഹത്തിൻ്റെയും സാന്ദ്രത ഇവിടെ വീണ്ടും ഉയരുകയാണ്. അവിതർക്കിതമാവണ്ണം നിർണയിക്കപ്പെട്ട് കഴിഞ്ഞൊരു കാര്യമാണ് ദൈവമാർഗത്തിലെ സമരമെന്ന് തെറ്റിപ്പെടുത്താനാണ് പ്രമാണിമാരെ ഇക്കാര്യം അനുസ്മരിപ്പിച്ചത്. എന്നാൽ ഈ അത്യാവേശം അധികം നീണ്ടു നിന്നില്ല. തുടർന്ന് വരുന്ന സൂക്തം അക്കാര്യം ക്ഷണത്തിൽ പ്രതിഫലിപ്പിക്കുന്നു. എന്നാൽ യുദ്ധകൽപ്പന വന്നപ്പോൾ അവരിൽ ഏതാനും പേരൊഴിച്ച് എല്ലാവരും പിന്മാറിക്കളഞ്ഞു. അക്രമം ചെയ്തവരെ അള്ളാഹു കൃത്യമായി അറിയുന്നുണ്ട്. സമരബാധ്യതയെ കർമ്മം കൊണ്ട് സ്വാർത്ഥകമാക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്നൊഴിഞ്ഞു നിന്നവരിലധികവും അക്രമമാണ് കാട്ടിയത്. സ്വന്തത്തോടും ദൈവദൂതനോടും സത്യമാണെന്ന തിരിച്ചറിവുണ്ടായിട്ടും അവഹേളിക്കപ്പെട്ട സത്യത്തോട്, താൻ സത്യത്തിലാണെന്നും തൻ്റെ ശത്രുവാണ് മിഥ്യയിലെന്നും തിരിച്ചറിഞ്ഞ ഒരുവൻ ദൈവമാർഗത്തിൽ സമരം ചെയ്യാൻ തങ്ങൾക്കൊരു രാജാവിനെ തരണമെന്ന് ദൈവദൂതനോട് ആവശ്യപ്പെട്ട ഇസ്രായേലിലെ പ്രമാണിമാർ തിരിച്ചറിഞ്ഞ പോലെ
മിഥ്യക്കെതിരായ സമരത്തിൽ സത്യത്തിൻ്റെ വക്താക്കളോടൊപ്പം അണിനിരക്കാതെ പിന്തിരിഞ്ഞു നിൽക്കുന്നത് അക്രമമാണ്, കടുത്ത പാതകമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബ്